വെൽക്കം എവരിബഡി. നമ്മൾ PSC-LDC തൃശ്ശൂർ 24 നവംബർ 2007 ഇംഗ്ലീഷ് ചോദ്യങ്ങളൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യത്തെ ചോദ്യം, I dash all the rooms before left the house. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മുമ്പ് ഞാൻ റൂമുകളെ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? പൂട്ടും. അപ്പോൾ have locked, locked, am locking, was locked എന്ന 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 71-ന് I locked all the rooms. ഞാൻ എല്ലാ റൂമുകളെയും പൂട്ടി before I left the house. ഇപ്പം നമ്മൾ പറയണത് വീട് പൂട്ടിയിരുന്നോ ചോദിച്ചാൽ നമ്മൾ പൂട്ടിയിരുന്നു എന്ന് പറയും. I have locked all the rooms. I locked all the rooms. I am locking all the rooms. I was locked. നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് I have locked all the rooms before I left the house. എന്തുകൊണ്ട് നമ്മൾ ഹാവ് ലോക്ക്ഡ് എന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ബിഫോർ എന്ന് വരുമ്പോൾ നമ്മൾ ഹാവ് ലോക്ക്ഡ് എന്ന് പറയും. ബിഫോർ എന്ന് വരുമ്പോൾ ലെഫ്റ്റ് ദി ഹൗസ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബിഫോർ ഐ ലെഫ്റ്റ്, ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ബിഫോർ ലെഫ്റ്റ് എന്നുള്ള 2 പാസ്റ്റിൻ്റെ ഇൻഡിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ ഹാവ് ലോക്ക്ഡ്, ഹാഡ് ലോക്ക്ഡ് എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. 71A. ഇപ്പോൾ ബിഫോർ ഐ ലെഫ്റ്റ് ദ ഹൗസ് എന്നല്ലാതിരുന്നെങ്കിൽ ഐ ലോക്ക്ഡ് ഓൾ ദ റൂംസ്, ഐ ലോക്ക്ഡ് ഓൾ ദ റൂംസ് എന്ന് പറയാം. ബിഫോർ ഐ ലെഫ്റ്റ് എന്നുള്ളത് കൊണ്ട് ഹാവ് ലോക്ക്ഡ് എന്ന് ഉപയോഗിക്കും. 71A. 72. I dash the manager at 7 o'clock tomorrow morning. Tomorrow ആണ്, അതും 7 o'clock in the morning. Tomorrow 7 o'clock in the morning ആണ്. അപ്പോൾ ഫ്യൂച്ചറാണ്. അപ്പോൾ I met എന്ന് എഴുതാൻ പറ്റില്ല, I meets എന്ന് എഴുതാൻ പറ്റില്ല, I meets എന്ന് എഴുതാൻ പറ്റില്ല, I had met എന്നും എഴുതാൻ പറ്റില്ല. Tomorrow 7 o'clock in the morning I had met എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ I am meeting the manager at 7 o'clock tomorrow morning. I am meeting. 72. D ആണ് കറക്റ്റ് ആൻസർ. 73. He dash by his uncle. He was helped by his uncle. He helps by his uncle. He helped by his uncle. He will help by his uncle. By എന്ന് വരുന്നുണ്ട്. ബൈ വരുന്നത് കൊണ്ട് ഹെൽപ്സ് ഹിസ് അങ്കിൾ, ഹെൽപ്ഡ് ഹിസ് അങ്കിൾ, വിൽ ഹെൽപ്പ് ഹിസ് അങ്കിൾ എന്നെല്ലാം തെറ്റാണ് ബൈ എന്ന് വരുന്നത് കൊണ്ട്. കാരണം അങ്കിളാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്കിളിനെ അല്ല ഹെൽപ്പ് ചെയ്യുന്നത്. അങ്കിളിനെ ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഹി ഹെൽപ്സ് ഹിസ് അങ്കിൾ, ഹി ഹെൽപ്ഡ് ഹിസ് അങ്കിൾ, ഹി വിൽ ഹെൽപ്പ് ഹിസ് അങ്കിൾ എല്ലാം ഉപയോഗിക്കാമായിരുന്നു. ഇവിടെ ബൈ വരണ കാരണം ഹി വാസ് ഹെൽപ്ഡ് ബൈ ഹിസ് അങ്കിൾ, അവൻ്റെ അങ്കിളാണ് അവനെ സഹായിച്ചത്, അങ്കിളിലൂടെയാണ് അവന് സഹായം കിട്ടിയത്. ഹി വാസ് ഹെൽപ്ഡ് ബൈ ഹിസ് അങ്കിൾ. 73A. 73A. 74. We dash how to solve the problem. How to solve the problem. Problem എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് we dash. We know എന്ന് പറയാം, we don't know എന്ന് പറയാം. എനിക്കറിയാം, എനിക്കറിയില്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയില്ല. How to solve the problem. അപ്പോൾ നമുക്കിപ്പോൾ നോക്കേണ്ടത് we did do എന്ന് പറയാൻ പറ്റില്ല, we did do എന്ന് പറയാൻ പറ്റില്ല, we tell എന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ പറയണു എന്നും പറയാൻ പറ്റില്ല. അപ്പം പിന്നെ പറയാവുന്നത് വി ഡോണ്ട് നോ എന്നുള്ളതാണ്. വി ടോൾഡ് എന്നല്ല, ഞങ്ങൾ പറഞ്ഞു എന്നല്ല. വി ഡോണ്ട് നോ ഹൗ ടു സോൾവ് ദ പ്രോബ്ലം. പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. വി ഡോണ്ട് നോ ഹൗ ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ 74C ആണ് കറക്റ്റ് ഓപ്ഷൻ. 75. പ്ലീസ് സ്റ്റോപ്പ്, യു ആർ ഡിസ്റ്റർബിംഗ് അതേഴ്സ് ഇൻ ദ ലൈബ്രറി. പ്ലീസ് സ്റ്റോപ്പ്, യു ആർ ഡിസ്റ്റർബിംഗ് അതേഴ്സ് ഇൻ ദ ലൈബ്രറി. അപ്പോൾ പ്ലീസ് സ്റ്റോപ്പ് ടോക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഡിസ്റ്റർബിങ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒരു ഇങ് ഉള്ളത് വേണം. പ്ലീസ് സ്റ്റോപ്പ് ടോക്ക് പറ്റില്ല, പ്ലീസ് സ്റ്റോപ്പ് ടോക്സ് പറ്റില്ല, പ്ലീസ് ഹാവ് ടോക്ക് പറ്റില്ല, പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്. യു ആർ ഡിസ്റ്റർബിങ് ഉള്ളത് കൊണ്ട് ടോക്കിംഗ്. പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്, യു ആർ ഡിസ്റ്റർബിംഗ് അതേഴ്സ് ഇൻ ദ ലൈബ്രറി. 75D ആണ് കറക്റ്റ് ഓപ്ഷൻ. 75D. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 76. It is dash your own interest to pay all the taxes honestly. Your own interest, നിങ്ങളുടെ നന്മയ്ക്കായി, to pay all taxes honestly, സത്യസന്ധമായി എല്ലാ ടാക്സും അടയ്ക്കുന്നത് നിങ്ങളുടെ തന്നെ നന്മയ്ക്കായിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഡാഷ്. അപ്പോൾ നമ്മൾ ഇതിലത്തെ ഇറ്റ് ഈസ് ഇൻ യുവർ ഓൺ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് പ്രയോഗം. ഇൻ യുവർ ഓൺ ഇൻട്രസ്റ്റ്, ഇൻ യുവർ ഓൺ ഇൻട്രസ്റ്റ് ആണ് കറക്റ്റ് പ്രയോഗം. 76A ഓപ്ഷൻ. ഫോർ യുവർ ഓൺ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ളതിന് ഫോർ എന്ന് പറയില്ല. ഓൺ അതിൻ്റെ മീതെ, അറ്റ് അതിനായിട്ട്, അതൊന്നും പറയാൻ പറ്റില്ല. It is in your own interest to pay all taxes honestly. 76A. 77. The patient was breathing with difficulty. The patient was reading with difficulty. കാരണം
യുവർ ഓൺ ഇൻട്രസ്റ്റിന് ഇൻ ആണ് സാധാരണയുള്ള പ്രയോഗം, അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ ഡിഫിക്കൽറ്റി വിത്ത് ഡിഫിക്കൽറ്റി, ബുദ്ധിമുട്ട് കൊണ്ട് ഹി വാസ് ബ്രീതിങ് വിത്ത് ഡിഫിക്കൽറ്റി. ഹി വാസ് വാക്കിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹാൻഡ് റെയിൽ. ഹി വാസ് ഗോയിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്കേറ്റ് ബോർഡ്. അങ്ങനെ വിത്ത് എന്തുകൊണ്ട് ഉപയോഗിച്ചു, അപ്പോൾ അതാണ് ഹി വാസ് ദ പേഷ്യൻ്റ് വാസ് ബ്രീതിങ് വിത്ത് ഡിഫിക്കൽറ്റി. അപ്പോൾ അവിടെയൊക്കെ സാധനങ്ങൾ വിത്ത് ഹാൻഡ് റെയിൽ വിത്ത് സ്കേറ്റ് ബോർഡ് ഉള്ളത് കൊണ്ട് വിത്ത് എന്ന് വന്നാലും ഇവിടെ വിത്ത് ഡിഫിക്കൽറ്റിയുടെ സഹായം കൊണ്ട് എന്നല്ല അർത്ഥം. ബുദ്ധിമുട്ട് കൊണ്ട് ശ്വാസം വിടുമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു ശ്വാസം വിടാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. ഹി വാസ് ബ്രീതിങ് വിത്ത് ഡിഫിക്കൽറ്റി. ഓഫ് ഡിഫിക്കൽറ്റി, എഗെയിൻസ്റ്റ് ഡിഫിക്കൽറ്റി, ഓൺ ഡിഫിക്കൽറ്റി എന്നുള്ളതല്ല, വിത്ത് ഡിഫിക്കൽറ്റി അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്തിൻ്റെ കൂടെ? ബ്രീതിങ്ങിൻ്റെ കൂടെ. ബുദ്ധിമുട്ട് ശ്വാസം വിടുമുണ്ട്, വിത്ത് ഡിഫിക്കൽറ്റി. 77B. 78 വി ഹിയർ ഫോർ ആൻ ആർ. വി വെയിറ്റ്സ് എന്ന് എഴുതാൻ പറ്റില്ല. ഹി വെയിറ്റ്സ്, ഷീ വെയിറ്റ്സ് എന്ന് എഴുതാൻ പറ്റും. വി ഹാവ് വെയിറ്റിംഗ് എന്ന് എഴുതാൻ പറ്റില്ല. ഹാവിൻ്റെ കൂടെ വേറെ ഒരു വെർബും കൂടി വരണം. അപ്പോൾ ഹാവ് വെയിറ്റിംഗ് എഴുതാൻ പറ്റില്ല. വി ബീൻ വെയിറ്റിംഗ് എന്ന് എഴുതാൻ പറ്റില്ല. ബീനിൻ്റെ കൂടെ വേറെ ഒരു സാധനം വേണം. ഹാവും ബീനും കൂടെ വന്നാലേ അർത്ഥമുള്ളൂ. ഹാവ് വെയിറ്റിംഗ്, ബീൻ വെയിറ്റിംഗ് പറ്റില്ല. എന്ന് പറയുമ്പോൾ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ആൻ ആർ. സി ഉപയോഗിക്കാൻ പറ്റില്ല, ബി ഉപയോഗിക്കാൻ പറ്റില്ല, ഡി തന്നെ ഉപയോഗിക്കണം. 78 കറക്റ്റ് ആൻസർ ഡി. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ആൻ ആർ. ഞങ്ങൾ 1 മണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ആൻ ആർ. 79 ഹൗ ലോങ് ദ ജേർണി ടേക്ക്. ടേക്ക് എന്നുള്ളത് പ്രസൻറ്റും ഫ്യൂച്ചറും ആയിട്ടുള്ളതാണ്, പാസ്റ്റ് അല്ല, ടുക്ക് അല്ല. ഹൗ ലോങ് ദ ജേർണി ടേക്ക്. ഹൗ ലോങ് ഇസ് ദ ജേർണി എന്ന് മാത്രം ചോദിക്കാം, ടേക്ക് എന്ന് എഴുതാൻ പറ്റില്ല. ഹൗ ലോങ് ഇസ് ദ ജേർണി. ഹൗ ലോങ് ഇസ് ഗോയിങ് ടു ദ ജേർണി ടേക്ക് എന്നല്ല, ഹൗ ലോങ് ഈസ് ഇറ്റ് ഗോയിങ് ടു ടേക്ക് എന്ന് വരെ എഴുതാൻ പറ്റും. അപ്പോൾ ഈസ് ഗോയിങ് ടു അല്ല, ഇസു അല്ല, വിൽ. ഹൗ ലോങ് വിൽ ദ ജേർണി ടേക്ക്, അത് കറക്റ്റ് ഓപ്ഷനാണ്. എത്രയും നേരം ഈ യാത്രയ്ക്ക് പിടിക്കും, ഈ യാത്ര കഴിയാൻ എത്ര സമയം പിടിക്കും. ഹൗ ലോങ് വിൽ ദ ജേർണി ടേക്ക്. ഹൗ ലോങ് വിൽ ദ ജേർണി ടേക്ക്. എഗോ എന്നുള്ളത് കഴിഞ്ഞതാണ്, പാസ്റ്റ് ആണ്. ഇത് ടേക്ക് എന്നുള്ളത് പ്രസന്റ് ആണ്. ഹൗ ലോങ് എഗോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ ലോങ് എഗോ ഡിഡ് യു ടേക്ക് ദ ജേർണി. എത്ര കാലം മുമ്പാണ് നീ യാത്ര ചെയ്തത്, ലോങ് എഗോ. അപ്പോൾ കറക്റ്റ് ആൻസർ സി. 79 സി. ഹൗ ലോങ് വിൽ ദ ജേർണി ടേക്ക്. 78 ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഷുഡ് ബി അപ്പോയിൻറ്റഡ് ഡാഷ് ദ പോസ്റ്റ്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അപ്പോയിൻറ്റഡ് ഡാഷ് ദ പോസ്റ്റ്, അപ്പോയിൻറ്റഡ് ഫോർ ദ പോസ്റ്റ്. രാംനാഥ് കോവിന്ദ് ഇസ് അപ്പോയിൻറ്റഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഫോർ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 80 ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഷുഡ് ബി ഡാഷ് ദ പോസ്റ്റ് ഫോർ ദ പോസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഫോർ, ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് എന്നുള്ളതില്ലെങ്കിൽ ഈ അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ പോസ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഷുഡ് ബി അപ്പോയിൻറ്റഡ് പറയുമ്പോൾ എന്താ, ഫോർ ദി പോസ്റ്റ് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത്? പോസ്റ്റിന് വേണ്ടിയിട്ടല്ല അപ്പോയിൻറ്റ് ചെയ്യണം, ആളെയാണ് അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ്, ആ പോസ്റ്റിലേക്ക്. രാംനാഥ് കോവിന്ദ് വാസ് അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ് എന്ന് പറയും. ആ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തു, അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ്. ഫോർ ദ പോസ്റ്റ് വരുമ്പോൾ രാംനാഥ് കോവിന്ദ് ഫൈൽഡ് ഹിസ് കാൻഡിഡസി ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ആവാനുള്ള കാൻഡിഡേച്ചർ ഫയൽ ചെയ്തു. അപ്പോൾ ഫോർ ദ പോസ്റ്റ്. അപ്പോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ്. The best candidate should be appointed to the post. 80 എന്നുള്ളതിന് ഓപ്ഷൻ ബി. ഫ്രം എന്നുള്ളത് അല്ല, ഫ്രമും ടൂമിൻ്റെ ഫ്രം അല്ല, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓഫ് എന്നുള്ളത് പോസ്റ്റിനായിട്ടുള്ളത് അതല്ല. ഓൺ ദ പോസ്റ്റ് എന്നില്ല, അത് പിന്നെ കറണ്ട് പോസ്റ്റോ ടെലിഫോൺ പോസ്റ്റോ ആണെങ്കിലാണ് ഓൺ ദ പോസ്റ്റ്. ദ കാറ്റ് വാസ് ക്ലൈംബിങ് ഓൺ ദ പോസ്റ്റ്, സിറ്റിംഗ് ഓൺ ദ പോസ്റ്റ്, ബേർഡ് വാസ് സിറ്റിംഗ് ഓൺ ദ പോസ്റ്റ്. ഇത് അപ്പോയിൻറ്റഡ് പറയുമ്പോൾ അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ്. 82 ബി. 81 ദ സിനോണിം ഓഫ് അബ്സ്റ്റിനേറ്റ്. അബ്സ്റ്റിനേറ്റ് എന്നുള്ള വാക്കിൻ്റെ സിനോണിം, മീനിങ് എന്താണ്? അവനൊരു അബ്സ്റ്റിനേറ്റ് ആണ് പറയുന്നത്. അവൻ വളഞ്ഞു തരില്ല, ഫ്ലെക്സിബിൾ അല്ല, സഹകരിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് സിനോണിം സ്റ്റബേൺ എന്നുള്ളതാണ്. ഹീ സ്റ്റബേൺ എന്ന് പറയുന്നത് ഹീ ഈസ് റൂഡ്. അവൻ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല, അവൻ പറഞ്ഞത് തന്നെ അവൻ്റെ കാര്യം. മറ്റുള്ളവർ പറയണത് അവൻ അനുസരിക്കില്ല എന്നുള്ളതാണ് സ്റ്റബേൺ. എക്സാക്ട് എന്നുള്ളത് കറക്റ്റ്. സ്ട്രേഞ്ച് എന്നുള്ളത് പ്രത്യേകതരമുള്ളത്. സ്റ്റേൺ എന്നുള്ളത് ടീച്ചർ സ്റ്റുഡൻറ്റിനെ ചീത്ത വിളിക്കുമ്പോൾ സ്റ്റേൺ, ദ ടീച്ചർ വാസ് സ്റ്റേൺ പറഞ്ഞു വെച്ചാൽ ക്ലാസ്സിൽ ശബ്ദിക്കരുത് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്റ്റേൺ വാർണിംഗ് ആണ് കൊടുത്തിരുന്നത്. അതിലിനി മാറ്റമില്ല, അതിലിനി ഇളവ് തരില്ല എന്നുള്ളത് സ്റ്റേൺ. അബ്സ്റ്റിനേറ്റ് എന്നുള്ളത് സ്റ്റബേൺ. ഇത് സ്ട്രിക്റ്റ് എന്നുള്ള മീനിങ് വരണോ, ഇത് അറഗൻറ്റ്, അബ്സ്റ്റിനേറ്റ്, സ്റ്റബേൺ എന്നുള്ളതാണ്. 81 ഡി. 82 ദ സിനോണിം ഓഫ് വിൻസം. മീനിങ് ആണ്. എന്തിൻ്റെ മീനിങ്? വിൻസം എന്ന് പറഞ്ഞു വെച്ചാൽ ജയിക്കാനുള്ള ജീൻസ് ഉള്ളത്, ജയിക്കാനുള്ള സാധ്യതയുള്ളത്, ജയിക്കാനുള്ള ക്വാളിറ്റീസ് ഉള്ളത്, ജയിക്കാനുള്ള സ്കോപ്പ് ഉള്ളത്, ജയിക്കാനുള്ള സൗകര്യങ്ങളുള്ളതാണ് വിൻസം. 82. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ
അങ്ങനെ വിൻസം എന്നുള്ളതിന് നമ്മൾ ഇപ്പോഴേ ഉപയോഗിക്കുന്നത് ചാമിങ് എന്നാണ് മീനിങ് ഉപയോഗിക്കുന്നത്. ചാമിങ്, ഹീ ഈസ് എ ചാമിങ് പേഴ്സൺ, ദ പ്രിൻസ് വാസ് ചാമിങ്, ദ പ്രിൻസ് ചാമിങ്, അല്ലെങ്കിൽ ദ ബ്രൈഡ് ഗ്രൂം വാസ് വെരി ചാമിങ് എന്ന് പറഞ്ഞു വെച്ചാൽ ആരെയും വശീകരിക്കാൻ കഴിവുള്ള എന്നുള്ള മീനിങ്ങിലാണ് നമ്മളിവിടെ ഈ വിൻസമിനെ സിനോണിം ചാമിങ്ങിന് എടുക്കുന്നത്. ബാർബറസ് എന്നുള്ളത് ബാർബേറിയൻസ്, മുഹമ്മദ് ഗോറി, മുഹമ്മദ് ഗസ്നി ഇന്ത്യയിൽ വന്നപ്പോൾ ബാർബറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ചെയ്തിരുന്നത്. പ്രോസ്പർ എന്നുള്ളത് പ്രോസ്പെരിറ്റി വരാനുള്ളത്. വിൻസം ഉള്ളതായിട്ട് ഒരാൾ ചാമിങ് ആയിട്ടുണ്ടാവുക, വിൻസം ഉള്ള ഒരാൾ പ്രോസ്പർ ആകാം, പക്ഷേ പ്രോസ്പർ എന്നുള്ളത് അതിൻ്റെ സിനോണിം അല്ല. ഇൻസ്ട്രക്ട് എന്നുള്ളത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, വിൻസം ഇൻസ്ട്രക്ഷൻ അല്ല. 82A ആണ് നമ്മൾ among the options the best one to choose. 83 the antonym of acquit. acquit പറയുന്നത് എന്താ? കോർട്ടിൽ വാദിച്ച ശേഷം, വാദങ്ങൾ കേട്ട ശേഷം ജഡ്ജ് കള്ളനായി പ്രഖ്യാപിച്ച ആളെ അക്വിറ്റ് ചെയ്തു. അക്വിറ്റ് ചെയ്തു പറഞ്ഞു വെച്ചാൽ എന്താ നമ്മൾ ഇവിടെ മീനിങ് എടുക്കുന്നത്? പിന്നെ കുറ്റക്കാരൻ എന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ളതാണ് അക്വിറ്റ്. ഹി വാസ് അക്വിറ്റഡ് എന്ന് പറയുന്നത് കുറ്റക്കാരൻ അല്ല, കുറ്റവിമുക്തിയായിട്ട് ഒരു കേസും ഇല്ലാതെ നിർഭാഗ്യം വിട്ടയച്ചു എന്നുള്ളതാണ് അക്വിറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആൻ്റണിം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അതിനെ അപ്പോൾ ഗിൽട്ടി ആയിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയണം. എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? കണ്ടം ചെയ്തു. ഹി വാസ് കണ്ടംഡ് ടു 10 year റിഗറസ് ഇംപ്രിസൺമെൻറ്റ്. കണ്ടം ചെയ്തു പറഞ്ഞു വെച്ചാൽ കുറ്റം പറഞ്ഞു, കുറ്റം സ്ഥിരീകരിച്ചു, തെറ്റ് സ്ഥിരീകരിച്ചു, അതാണ് കണ്ടം. അക്വിറ്റ് എന്നുള്ളത് വിട്ടയക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആൻ്റണിം, അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടം എന്ന് പറഞ്ഞാൽ കുറ്റം സ്ഥിരീകരിക്കുക. റിലാക്സ്, ഡിഫീറ്റ്, ഡിഫീറ്റ് വിന്ന്, ഡിഫീറ്റ്. റിലാക്സ് ടയേർഡ്. ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ലോക്കലായിട്ട് ഉണ്ടാക്കുന്നത്, ഇൻഡിജീനിയസ് പ്രോഡക്റ്റ്, റൂറലായിട്ട് ലോക്കലായിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഫോറിൻ പ്രോഡക്റ്റ്, പുറത്തുനിന്ന് വരുന്ന ഇൻഡിജീനിയസ്. അക്വിറ്റിൻ്റെ ഓപ്പോസിറ്റ് കണ്ടം. 83C. 84 ദ ആൻ്റണിം ഓഫ് റിജിഡ്. റിജിഡ് എന്നുള്ളത് ഒബ്സ്റ്റിനേറ്റ് സ്റ്റബേൺ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം. റിജിഡ് വളയില്ല, തിരിയില്ല, പ്ലാസ്റ്റിക് പോലെ ഇരിക്കാം. ആൻ്റണിം ഓഫ് റിജിഡ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വളയില്ല, തിരിയില്ല എന്നുള്ള റിജിഡായിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് പൊലൈറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് പെരുമാറ്റം. പൊലൈറ്റ് ബിഹേവിയർ, റൂഡ് ബിഹേവിയർ എന്നുള്ള പെരുമാറ്റമാണ്. ക്ലിയർ എന്നുള്ളത് ഒപ്പേക്ക് ക്ലിയർ, ഇതുമല്ല. ഡേഞ്ചറസ് എന്ന് പറഞ്ഞു വെച്ചാൽ സേഫ്, ഡേഞ്ചറസ് അതുമല്ല. ആൻ്റണിം ഓഫ് റിജിഡ് ഫ്ലെക്സിബിൾ എന്നാണ്. വളയില്ല, ഒടിയില്ല എന്നുള്ളത് റിജിഡ്, ഫ്ലെക്സിബിൾ എന്നുള്ളത് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യും എന്നുള്ളത് ഫ്ലെക്സിബിൾ. റിജിഡിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലെക്സിബിൾ. 84D. ഇങ്ങനെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. 85 In spite of having many faults, he was a good man at heart. In spite of having many പറയുന്നത് നിറയെ, അപ്പോൾ മെനി ഫോൾട്ട്സ് പ്ലൂറൽ വരണമായിരുന്നു. മെനി ഫോൾട്ട് ഇവിടെ യെസ് വേണമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇൻകറക്റ്റ് പോർഷൻ ഓഫ് ദ സെൻറ്റൻസ്. കറക്റ്റ് ആൻസർ ഫോർ 85 is B. 86 The men managed to survive even though they were without water for 3 days. They were without water for 3 days. Even though they were without water for 3 days. 3 ദിവസം വെള്ളമില്ലാതിരുന്നിട്ടും കൂടി, even though they were without water for 3 days, വെള്ളം കുടിക്കാൻ ഇല്ലാതിരുന്നിട്ടും കൂടി, to survive എന്ന് പറഞ്ഞു വെച്ചാൽ മരിക്കാതിരുന്നോ, ജീവിച്ചിരിക്കാൻ അവരെ കൊണ്ട് പറ്റി. മാനേജ് എന്നുള്ളത് ഇത് were 3 days ഇതെല്ലാം പാസ്റ്റ് ആയതുകൊണ്ട് മാനേജ്ഡ് ഡി വരണമായിരുന്നു. The men managed to survive even though they were without water for 3 days. ഇല്ലെങ്കിൽ മാനേജ്ഡ് അല്ലെങ്കിൽ ടു ഇല്ലാതിരുന്ന സർവൈവ്ഡ് എന്നുണ്ടാവണം. ദ മെൻ മാനേജ്ഡ് ടു സർവൈവ് അല്ലെങ്കിൽ ദ മെൻ സർവൈവ്ഡ്. ദ മെൻ സർവൈവ്ഡ് ഈവൻ ദോ ദേ വർ വിതൗട്ട് വാട്ടർ ഫോർ 3 days. ഇങ്ങനെ ഒരു ഡി വരണം, പാസ്റ്റ് വരണമായിരുന്നു. ഇവിടെ ദ മെൻ മാനേജ്ഡ് ഡി എന്ന് എഴുതണം. അപ്പോൾ 86A. 86A ആണ് റോങ് പോർഷൻ. 86 എന്തുകൊണ്ട് നമ്മൾ സർവൈവ്ഡ് എന്ന് എഴുതിയിട്ട് 2 എടുത്ത് കളയണമെന്ന് പറയുന്നില്ല? സർവൈവ്ഡ് മാറ്റണം, 2 മാറ്റണം, 2 വാക്കുകൾ മാറ്റണം എന്നുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ എറർ പറയണില്ല. അത് മാറ്റിയാലും ദ മെൻ സർവൈവ്ഡ് എന്നാക്കണം. അപ്പോൾ മാനേജും എടുത്ത് കളയണം, 2 എടുത്ത് കളയണം. അപ്പോൾ എറർ ഇവിടെ പറയണില്ല, നമ്മൾ ഇവിടെ പറയണം. ഇവിടെ മാത്രം ഇവിടെ ഡി മാത്രം ചേർത്തിയാൽ മതി, ബാക്കിയെല്ലാം ശരിയാവും. അതുകൊണ്ട് 86A ആണ് കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന സ്ഥിതി, ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. 86A. 87 Much known plants and animals are disappearing as the tropical forests are destroyed. Tropical forest പറഞ്ഞാൽ ട്രോപ്പിക്സിലുള്ള ഫോറസ്റ്റ്. ട്രോപ്പിക്സിലുള്ള ഫോറസ്റ്റ് പറഞ്ഞാൽ ഈക്വേറ്റർ മുതൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ, ഈക്വേറ്റർ മുതൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ. ആ 0 to 23.5 degree centigrade, 0 to 23.5 degree centigrade അല്ല, ലാറ്റിറ്റ്യൂഡ് നോർത്ത്, ആൻഡ് 0 to 23.5 degree ലാറ്റിറ്റ്യൂഡ് സൗത്ത്. അങ്ങനെ പോകുമ്പോൾ ഈ 0 to 5 ഡിഗ്രിയെ നമ്മൾ ഈക്വറ്റോറിയൽ ഫോറസ്റ്റ് എന്ന് വിളിക്കും. 5 to 25 ഡിഗ്രീസിലുള്ള നോർത്തിലും സൗത്തിലും ഈക്വേറ്ററിൻ്റെ 2 ഭാഗത്തുള്ള ഫോറസ്റ്റിനെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് വിളിക്കും.
അവിടുത്തെ പ്ലാന്റ്സും അനിമൽസും ഫ്ലോറയും ഫൗണയും ഡിസപ്പിയറിങ് ഡെസ്ട്രോയ് ആവണം. എന്തുകൊണ്ട്? ഇതിന് നമ്മൾ എക്സ്റ്റിങ്ഷൻ എന്ന് വിളിക്കും. പ്ലാന്റോ അനിമലോ എണ്ണം ചുരുക്കമായി ഒടുക്കമില്ലാതാവുന്നതിന് എക്സ്റ്റിങ്ക്റ്റ് ആവുക എന്ന് പറയും. എൻഡേഞ്ചേർഡ് ആകും ആദ്യം, പിന്നെ എക്സ്റ്റിങ്ക്റ്റ് ആവും. അങ്ങനെ ആവുമ്പോൾ 87 ഈ സെൻറ്റൻസ് കറക്റ്റ് ആവുകയാണെങ്കിൽ മച്ച് നോൺ പ്ലാന്റ്സ്, മച്ച് അൺനോൺ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അറിയാത്ത പ്ലാന്റും അനിമൽ എന്ന് പറയുന്നത് മോസ്റ്റ് എന്ന് പറയണം. മച്ച് എന്നല്ല അവിടെ പറയേണ്ടത്. മോസ്റ്റ് അൺനോൺ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ഡിസിപ്പിയറിങ് പറഞ്ഞാൽ 100 ഉണ്ടെങ്കിൽ അതിൽ 90 കാണാനാണോ. മച്ച് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലൂറൽ യൂസേജ് ഉള്ളത് അവിടെ. മോസ്റ്റ് അൺനോൺ പ്ലാന്റ്സ് എന്ന് നമ്മൾ പറയും. 87 എ ആണ് ഇൻകറക്റ്റ് പോർഷൻ. 88 പൊട്ടാറ്റോസ് ആൻഡ് ഓണിയൻസ് ഫ്രം സ്പ്രൗട്ടിംഗ് ബൈ ന്യൂ ടെക്നോളജി യൂസിങ് റേഡിയേഷൻ. Potatoes and onions dash from sprouting by new technology using radiation. Sprouting എന്ന് വെച്ചാൽ അതിൽ നിന്ന് അത് മുളച്ച് വരിക. പൊട്ടാറ്റോയും അണിയൻസും മുളയ്ക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂ ടെക്നോളജി ചെയ്യുന്നുണ്ട്. എന്ത് ടെക്നോളജി? യൂസിങ് റേഡിയേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രം സ്പ്രൗട്ടിങ് മുളയ്ക്കുക. ഫ്രം സ്പ്രൗട്ടിങ് പറഞ്ഞാൽ മുളയ്ക്കുന്നതിൽ നിന്നും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആർ പ്രിവെൻറ്റഡ് എന്ന് എഴുതാൻ പറ്റും. ആർ പ്രിവെൻറ്റിങ് എന്ന് കണ്ടിന്യൂസ് ടെൻസ് എഴുതാൻ പറ്റില്ല. വെറും പ്രിവെൻറ്റഡ് എഴുതാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ഒന്നും വേണം. ഓണിയൻസ് 2 പ്ലൂറൽ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു വാക്ക് മുന്നിൽ വേണം. പ്രിവെൻറ്റഡ് പറ്റില്ല. ഈസ് പ്രിവെൻറ്റഡ് സിംഗുലർ. 88 ഈസ് പ്രിവെൻറ്റഡ് നമ്മൾ എഴുതണം. പൊട്ടാറ്റോസ് ആൻഡ് അണിയൻസ്, പൊട്ടാറ്റോ അണിയൻസ് ആൻഡ് ഉള്ളതുകൊണ്ട് ഈസ് പ്രിവെൻറ്റഡ് ഫ്രം സ്പ്രൗട്ടിങ് ബൈ ന്യൂ ടെക്നോളജി യൂസിങ് റേഡിയേഷൻസ്. ആർ പ്രിവെൻറ്റഡ് നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇത് രണ്ടും ഇവിടെ ഒരു പ്ലൂറൽ, ഇവിടെ ഒരു പ്ലൂറൽ, ഇവിടെ ഒരു ആൻഡ് ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും ഒരു ആർ ഉപയോഗിക്കില്ല. ഈസ് ഉപയോഗിക്കും. പൊട്ടാറ്റോ ആൻഡ് ഓണിയൻ is prevented from sprouting by a new technology. ഈ എന്താണ്? ഈസ് പ്രിവെൻറ്റഡ് ഫ്രം സ്പ്രൗട്ടിങ്. ഈ സ്പ്രൗട്ടിങ് എന്നുള്ള സംഭവത്തിൽ നിന്നാണ് പ്രിവെൻറ്റ് ചെയ്യണം. അത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് പ്രിവെൻറ്റഡ് ഫ്രം സ്പ്രൗട്ടിങ് ബൈ എ ന്യൂ ടെക്നോളജി യൂസിങ് റേഡിയേഷൻ. 88 നമ്മൾ സി ഉപയോഗിക്കും. ആർ പ്രിവെൻറ്റ്. ഇസ് ഉപയോഗിക്കില്ല. 88 ഇസ് ഉപയോഗിക്കില്ല. ഈസ് സ്പ്രൗട്ടിങ് എന്നല്ല നമ്മൾ പറയണത്. ഈസ് സ്പ്രൗട്ടിങ് ഫ്രം എ ന്യൂ പ്രിവെൻറ്റഡ് ഫ്രം സ്പ്രൗട്ടിങ്. സ്പ്രൗട്ടിങ് എന്നുള്ള വെർബ്, പ്രക്രിയ, ആക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ ഈസ് സ്പ്രൗട്ടിങ്. ഈസ് പ്രിവെൻറ്റഡ് ഫ്രം സ്പ്രൗട്ടിങ്. സ്പ്രൗട്ടിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യണം. ഈസ് പ്രിവെൻറ്റഡ് ഫ്രം സ്പ്രൗട്ടിങ്. ആർ പ്രിവെൻറ്റഡ് ഫ്രം സ്പ്രൗട്ടിങ്. ഇത് രണ്ടും തമ്മിൽ പൊട്ടാറ്റോസ്, അണിയൻസ് ആൻഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആർ ഉപയോഗിക്കുന്നത്. 88 സി. ഈസ് ഉപയോഗിക്കാത്തത് ഇവിടെയും പ്ലൂറൽ ആയതുകൊണ്ട്, ഇവിടെ ഒരു ആൻഡും ഉള്ളത് കൊണ്ട് നമുക്ക് ഈസ് ഉപയോഗിക്കാൻ പറ്റില്ല. പൊട്ടാറ്റോ ആൻഡ് അണിയൻ ഈസ് പ്രിവെൻറ്റഡ് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. Potatoes and onions are prevented. 88 C. 89 you have only half an hour left, so you would better dash most of it. നിനക്ക് അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. പ്ലെയിൻ പോകാറായി, ട്രെയിൻ പോകാറായി. So you better dash the most of it. മോസ്റ്റ് പറഞ്ഞു വെച്ചാൽ ആ അരമണിക്കൂറിൻ്റെ 99% എന്തെങ്കിലും ചെയ്തോ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയുക? മെയ്ഡ്, മേക്ക്, ഡു, ഡസ് എന്നുള്ളതിൽ 18 നമ്മൾ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് എന്നാണ് നമ്മൾ സമയത്തിനെ കുറിച്ച് പറയാം. നമുക്ക് 3 ദിവസം സമയമേ ഉള്ളൂ, 3 മിനിറ്റ് സമയമേ ഉള്ളൂ, 3 മാസമേ ജീവിക്കാനുള്ളൂ ക്യാൻസർ കാരണം എന്ന് പറയുമ്പോൾ യു ഷുഡ് മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് എന്നാണ് നമ്മൾ പറയുക. എന്ന് പറഞ്ഞാൽ ഉള്ള സമയം മുഴുവൻ പാഴാക്കാതെ നല്ല രീതിയിൽ ഉപയോഗപരമായി ഉപയോഗിച്ച് തീർക്കണം. 1 മിനിറ്റും പാഴാക്കരുത് എന്ന് പറയുമ്പോൾ യു ഷുഡ് മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ് നമ്മൾ പറയുക. അപ്പോൾ യു ഹാവ് ഓൺലി ഹാഫ് ആൻ അവർ ലെഫ്റ്റ്, സോ യു ബെറ്റർ മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. 89 ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. 90 ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇസ് സൈമൾട്ടേനിയസ്. ടേനിയസ് ഇവിടെ TA വരണമായിരുന്നു. സൈമൾട്ടേനിയസ്, SAI ഇത് തെറ്റി. SIMALT ഇത് കറക്റ്റാണ്. 90ക്ക് ഓപ്ഷൻ സി കറക്റ്റാണ്. സൈമൾട്ടേനിയസ് IOS ഇതും തെറ്റാണ്. 90 C ആണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. നമ്മൾ ഇതുവരെ കണ്ടത് LDC തൃശ്ശൂർ 24 നവംബർ 2007 ചോദ്യപേപ്പറിൻ്റെ PSC LDC ചോദ്യപേപ്പറിൻ്റെ ഇംഗ്ലീഷ് ഭാഗങ്ങളാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് കീപ് coming back for more such sessions. Kindly subscribe.